everyone. Okay, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്കണോമിക്സിന്റെ തേർഡ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് അല്ലേ. നമുക്കറിയാം എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ലേ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ്, ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഔട്ട്സോഴ്സിംഗ്, objectives of WTO and the impact of economic reforms on agriculture and the industry sector. Okay, ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. Okay, first എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു നോക്കുന്നത്. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് 4 പോയിന്റാണ് ഓർത്ത് വെക്കേണ്ടത്. 3-4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ 4 പോയിന്റ് ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കാം. ഒന്നാമതാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. നമുക്കൊരു രാഷ്ട്രീയ അസ്ഥിരത ആ സമയത്തുണ്ടായിരുന്നു. ഹൈക്കിംഗ് പെട്രോൾ പ്രൈസ്, ഗൾഫ് വാറൊക്കെ നടക്കുന്ന കാരണമായി നമ്മൾ പെട്രോളിന്റെ പ്രൈസ് വർദ്ധിക്കേണ്ടായിരുന്നു. ഹൈക്കിംഗ് പ്രൈസ് ഓഫ് ഗുഡ്സ്, നമ്മുടെ എസെൻഷ്യൽ ഗുഡ്സിന്റെ വില വർദ്ധിച്ചു. ഡിക്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സ്, നമുക്കറിയാം ആ സമയത്ത് വരുന്ന 2 ആഴ്ചക്ക് പോലും യൂസ് ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ വന്നു അല്ലെ. 4 പോയിന്റ്സ് ഇത് ഓർത്ത് വെക്കാൻ. PHHD എന്ന് ഓർത്ത് വെക്കാം. PHD അല്ല, ഒരു എച്ച് കൂടുതലുണ്ട്. PHHD എന്നുള്ളത് ഓർത്ത് വെക്കാം. P for political instability, H for hiking petrol prices, H for hiking price of goods, D for decrease foreign exchange resource. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ MRTB, അതുപോലെ തന്നെ ഫെറാലോ, ഇതുപോലത്തെ ലോകളുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നു എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ റിസർവേഷൻ പോളിസീസ് ഒക്കെ അതും കൂടി വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, IBRD അതുപോലെ IMF പോലത്തെ സ്ഥാപനത്തിൽ നമ്മൾ ക്യാഷ് കടം 7 ബില്യൺ നമ്മുടെ കടമായിട്ട് ഇന്ത്യ മേടിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇതുകൂടി ആ ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ IBRDയുടെ ഫുൾ ഫോം, പിന്നെ അതുപോലെ തന്നെ IBRDയുടെ മറ്റൊരു പേര്, പിന്നെ IBRD മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്. ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു കാർഡ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ കാർഡ് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കാം കേട്ടോ. IBRDയുടെ മറ്റൊരു പേര് എന്താണ്, വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് എന്നാണ് IBRDയുടെ മറ്റൊരു പേര്. IBRDയുടെ ഫുൾ ഫോം എന്താണ്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതും കൂടി ഓർത്ത് വെക്കാം. പിന്നെ കണ്ടീഷൻസ് എന്തൊക്കെ കണ്ടീഷൻസ് ആയിരുന്നു, ഓപ്പൺ അപ്പ് ദ എക്കണോമി എന്ത് ചെയ്യാം, ഓപ്പൺ അപ്പ് ചെയ്യാം. റെഡ്യൂസ് റൂൾ ഓഫ് ഗവൺമെന്റിന്റെ റൂൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. റിമൂവ് ദ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ എക്കണോമിക് പോളിസിയാണ്. ന്യൂ എക്കണോമിക് പോളിസി 2 രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു, ഒന്ന് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാമും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റും. സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം നമുക്കറിയാം ഷോർട്ട് ടേം പ്രോഗ്രാമാണ്, ചെറിയ സമയം നമുക്ക് തീർക്കാവുന്ന പ്രശ്നമാണ്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രക്ചർ തന്നെ മാറ്റേണ്ടതുണ്ട്. അതിനെയാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ഇതിൽ 3 കിങ്സ് ആണ് വരുന്നത്. ആരൊക്കെയാണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതിൽ മെയിൻ കിങ് ആരാണ്, ലിബറലൈസേഷൻ. നോക്കാം, ലിബറലൈസേഷൻ നമുക്ക് നോക്കാം. ലിബറലൈസേഷനിലാണ് എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പൊ ഇങ്ങനെ എസ്എ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ താഴെ കൂടുതൽ 5 സെക്ടറുകളും 5 പോയിന്റുകളും സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ 5 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, IFFTT എന്നുള്ള ഒരു കോഡ് നമുക്ക് ഓർത്ത് വെക്കാം. IFFTT എന്നുള്ള ഒരു കോഡ് നിങ്ങൾ ലിബറലൈസേഷൻ ചോദിച്ചാൽ ഓർത്ത് വെക്കാം. എന്തൊക്കെയാണ്, I for ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, F for ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, F for ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, T for ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, T for ടാക്സ് റിഫോംസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓരോ സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. IFFTT ഓർത്ത് വെക്കാം. നോക്കാം, ഒന്നാമത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അതായത് വ്യവസായിക മേഖലയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് അത് മറ്റൊരു രീതിയിൽ ചോദിക്കാം. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഡീറെഗുലേഷൻ എന്ന രീതിയിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ മെയിൻ ആയിട്ട് 4 പോയിന്റ് ആണ്. ഡീലൈസൻസിംഗ്, ഡീറിസർവേഷൻ ഫോർ സ്മാൾ സെക്ടർ, അമെൻഡ്മെന്റ് ഓഫ് MRTB ആൻഡ് ഫെറ. ഡീലൈസൻസിംഗ് പറഞ്ഞാൽ നമുക്ക് വ്യവസായങ്ങൾ തുടങ്ങി ഒരുപാട് ലൈസൻസിംഗ് ഉണ്ടായിരുന്നു, ലൈസൻസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഡീറിസർവേഷൻ, ചില വ്യവസായങ്ങൾ എന്താണ് ഗവൺമെന്റ് മാത്രം ചെയ്യാൻ പറ്റുന്നുള്ള റിസർവേഷൻ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഡീറിസർവേഷൻ ഫോർ സ്മാൾ സെക്ടറിന് മാത്രം ഉണ്ടായിരുന്ന റിസർവേഷൻ ഒഴിവാക്കി. MRTBയിലും ഫെറയിലേക്ക് അമെൻഡ്മെന്റ് വരുത്തി. ഇത് ഓർത്ത് വെക്കാൻ. 3D കന്നഡ ഓർത്ത് വെക്കാം. 3DA, 3 ഡിയും 1 എ അല്ലേ, അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നോക്കുന്നത് ഫിനാൻഷ്യൽ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ്. ബാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റി, ബ്രാഞ്ചുകൾ തുടങ്ങാൻ ലൈസൻസ് കൊടുത്തു. അതുപോലെ തന്നെ പെർമിഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്, ഫോറിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ തുടങ്ങാനുള്ള അനുമതി കൊടുത്തു. നമ്മുടെ HDFC, ICICI ബാങ്ക് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. റെഡ്യൂസ് CRR and SLR, CRR-ഉം SLR-ഉം കുറച്ചു. അതോടെ ന്യൂ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്. എന്തൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനീസും ജനറൽ ഇൻഷുറൻസ് കമ്പനീസിനെയൊക്കെ അലോ ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഫോർ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ പ്രൈവറ്റ് സെക്ടറുകളെ
അലോ ചെയ്തു. അത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടാക്സ് റിഫോംസ്. ടാക്സ് റിഫോംസിലെ ടാക്സുകളൊക്കെ കുറച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതിൽ 3 ആറുകളോട് നമ്മൾ 6 കൂടി അടിയിൽ എന്നിട്ട് 6 എന്നുള്ളൊരു കോഡ് കൊടുത്തു വെക്കുക. എന്തൊക്കെയാണ് ആറുകൾ? ഒരാൾ റെഡ്യൂസ് പേഴ്സണൽ ഇൻകം ടാക്സ് കുറച്ചു, റെഡ്യൂസ് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, റെഡ്യൂസ് എക്സൈസ് ഡ്യൂട്ടി, റെഡ്യൂസ് കസ്റ്റംസ് ഡ്യൂട്ടി. ഈ 4 കാര്യങ്ങൾ കുറച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു കോഡ് കൊടുത്തു വെക്കുക. പിന്നെ അതിന് കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സുകൾ കുറച്ചൊന്നും മാത്രമല്ല, എന്താണ് ടാക്സുകൾ അടക്കാനുള്ള ആ പ്രോസസ്സ് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ GST എന്താണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ വരാൻ മറ്റൊരു ചാൻസ് ഉള്ളത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഒരുപാട് ടാക്സുകൾ താഴെ തന്നിട്ട് ഡയറക്റ്റും ഡിവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഏതാണ് ഡയറക്റ്റ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതും ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ വന്ന മാറ്റങ്ങൾ എന്താണ്? ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം എന്താണ്? ഡിവാല്യൂഡ് ദ ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ത് ഡിവാല്യൂ ചെയ്ത് കുറച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഫോർ റെഡ്യൂസ് ദ ഇമ്പോർട്ട് കുറച്ചാണ് എന്ത് ചെയ്യുക? ഔട്ട്ഫ്ലോ ഇമ്പോർട്ട് കുറക്കുക, അതുവഴി ഔട്ട്ഫ്ലോ കുറക്കുക. ആൻഡ് ഇൻക്രീസ് എക്സ്പോർട്ട് കൂട്ടുക, അതുവഴി ഇൻഫ്ലോ കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ റിഫോംസ് എന്ന് പറയുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് വാസ് ഡിറ്റർമിൻ ബൈ RBI. ആദ്യം എന്തായിരുന്നു? ഈ എക്സ്ചേഞ്ച് റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്തിരുന്നത് RBI ആയിരുന്നു. ഇതെന്ത് ചെയ്തു? മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി അലോ ചെയ്തു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിഫോംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് റിമൂവ് ദ കോട്ടാസ്. നമ്മൾ പറഞ്ഞില്ലേ കോട്ടാസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇത്ര ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് വെച്ചിരുന്നു. ആ കോട്ട നമ്മൾ ഒഴിവാക്കി. റെഡ്യൂസ് ദ ഇമ്പോർട്ട് ടാക്സ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അബോളിഷ് ദ ഇമ്പോർട്ട് ലൈസൻസ്. ഇമ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ലൈസൻസ് ഉണ്ടായിരുന്നു, അത് അബോളിഷ് ചെയ്തു. റിമൂവ് എക്സ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു, അതായത് റെഡ്യൂസ് ചെയ്തു. മാർക്കറ്റ് ഡിറ്റർമിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിന് എന്ത് ചെയ്യാം? എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റിന് ഡിറ്റർമിൻ ചെയ്യാന്നുള്ള രീതിയിലാക്കി. അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലിബറലൈസേഷൻ നിങ്ങൾ പഠിക്കാനുള്ളത്. IFFTT എന്നുള്ള കോഡ് ഓർത്ത് വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, സെറ്റ് ആക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൈവറ്റൈസേഷൻ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പ്രൈവറ്റൈസേഷനിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ അതിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റും ആ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ എയിംസും പഠിച്ചു വെക്കാം. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ഗവൺമെന്റ് ഓണർഷിപ്പ് എന്ത് ചെയ്യുക? പ്രൈവറ്റ് ഓണർഷിപ്പുകളാക്കി, പ്രൈവറ്റ് ഓണർഷിപ്പുകളാക്കുക. അതിനാണ് പ്രൈവറ്റൈസേഷൻ പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഓർത്ത് വെക്കുക, ആ വേർഡ് ഓർത്ത് വെക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? ഡിസ് ചെയ്യാണ്. അങ്ങനെ ഓർത്ത് വെക്കുക. അതായത് ഈ ഗവൺമെന്റ് സെക്ടറുകളിൽ ഉണ്ടായിരുന്ന ഷെയർ എന്ത് ചെയ്യാം? സെല് ചെയ്യുക. ആർക്ക്? പ്രൈവറ്റ് സെക്ടറുകൾക്ക് സെല് ചെയ്യുക. സെയിൽ ഓഫ് ദ ഗവൺമെന്റ് ഷെയർ ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ അല്ലെ, അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എയിംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത് മെയിൻ ആയിട്ടുള്ളതാണ്. നോക്കാം. 3-4 മാർക്ക് ക്വസ്റ്റ്യൻ വരാണ്ട്. ഇംപ്രൂവ് PSU മാനേജ്മെന്റ് വിത്ത് ബെറ്റർ ടെക്നിക്സ്. പുതിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് PSU അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിനെ ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് എൻഹാൻസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ത്രൂ ഫിസിക്കൽ ഡിസിപ്ലിൻ. അതായത് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിക്കൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യുക? എൻഹാൻസ് ചെയ്യാനാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷെയർ ഗവൺമെന്റ് വിൽക്കുന്നതിനോടുകൂടി അവരുടെ റവന്യൂ റൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രൈവറ്റൈസേഷനിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബലൈസേഷൻ അല്ലെ. ഗ്ലോബലൈസേഷനിൽ നിങ്ങൾ നോക്കേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഗ്ലോബലൈസേഷൻ, ഔട്ട്സോഴ്സിങ്, പിന്നെ അതുപോലെ തന്നെ WTO. ഈ കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നോക്കേണ്ടി വരിക. അപ്പൊ നോക്കാം. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൾച്ചറൽ പരമായിട്ടും ട്രേഡ് പരമായിട്ടും ടെക്നോളജി പരമായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഔട്ട്സോഴ്സിങ് അല്ലെ, ആ വേർഡ് തന്നെ ഉണ്ട്. സോഴ്സ് ഫ്രം ഔട്ട്സൈഡ് സോഴ്സുകൾ വരിക. അതായത് നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യുക? വ്യവസായങ്ങൾ ചെയ്യുക. എന്തുപയോഗിച്ചിട്ട്? നമ്മുടെ രാജ്യത്തിന്റെ റിഫോംസ് യൂസ് ചെയ്തിട്ട് അവർ വ്യവസായം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായത് അല്ലെ. ടെക്നോളജി പരമായിട്ടൊക്കെ ഇത് നമ്മൾ പറയാറുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസ് വർക്ക് ഇൻ ഇന്ത്യ വിത്ത് ഇന്ത്യൻ റിഫോംസ്. മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക. ഇന്ത്യയിലെ റിഫോംസ്, ഇന്ത്യയിലെ ആളുകളെയും സാധനങ്ങളെയും ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ വ്യവസായം ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായത് അല്ലെ. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എന്താ ചെയ്തത്? ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യ പോലെ ഡെവലപ്പിംഗ് കൺട്രിയിൽ ഔട്ട്സോഴ്സിംഗ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഈ ഭാഗത്ത് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ഒരു ഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈ ഇന്ത്യ എന്തുകൊണ്ട് ഔട്ട്സോഴ്സിംഗ് ചെയ്യാനോ ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കോഡ്, ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ പ്രോ പുവർ. എന്താണ്? ഇന്ത്യക്കാർ പ്രോ ആണ്, ബട്ട് പുവർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ പോയിന്റിലേക്ക് നോക്കാം. സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ്. ആളുകൾ എന്തായിരുന്നു? സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ലോ വേജ് റേറ്റ്, അവർക്ക് എന്ത് കൊടുത്താൽ മതി? കുറഞ്ഞ സാലറി വേജ് കൊടുത്താൽ മതി. പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്.
ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവർക്ക് പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ രാജ്യം ഏറ്റവും ഔട്ട്സോഴ്സിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള രാജ്യമായെന്നാണ് പ്രോപ്പർ എന്നുള്ള സാധനം ഓർത്തു വെക്കുക. നെക്സ്റ്റ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ, നമുക്കറിയാം അത് മുന്നെന്തായിരുന്നു ഗാട്ട് ആയിരുന്നു. അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് പോലെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഓർഗനൈസേഷൻ 1948 ഗാട്ട്, പിന്നീട് അതെന്തായി, പിന്നെ അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എടുക്കാണ്. അത് 1995 23 കൺട്രീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, ഇതിന് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട സാധനം എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റൂൾ ബേസ്ഡ് കറക്റ്റ് ആയിട്ട് പോവുക, അതിലൊരു അലമ്പ് പറ്റില്ല, കറക്റ്റ് റൂൾ ആയിട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ കൺട്രീസ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ എല്ലാ കൺട്രീസിനും ഒരേ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. ഓക്കെ, ഒരു മൊണോപ്പൊളി സിസ്റ്റം അവിടെ പറ്റില്ല, എല്ലാവർക്കും ഒരേ ഈക്വൽ വേണം പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞ മൾട്ടിലാറ്ററൽ ട്രേഡ് ആണെങ്കിൽ ഓക്കെ ആണ്, ബൈലാറ്ററൽ ട്രേഡ് ആണെങ്കിൽ ഓക്കെ അല്ല. മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്തതിന് മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് അത് ഓക്കെയാണ്. ബൈലാറ്ററൽ ട്രേഡ് അതായത് രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല അങ്ങനെയുള്ള ഒരു ട്രേഡ്, ഒരു രാജ്യം മറ്റു രാജ്യം മാത്രം മാത്രം ട്രേഡ് ചെയ്യുക, ആ ഒരു സിസ്റ്റം പറ്റില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റൂൾ ബേസ്ഡ് ട്രേഡ്, അതായത് നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള ട്രേഡ് ആണെങ്കിൽ ഓക്കെയാണ്. ആർബിട്രറി ട്രേഡ് ഓക്കെ അല്ല. ആർബിട്രറി ട്രേഡ് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മൊണോപ്പൊളി സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ട്രേഡ് ഓക്കെ അല്ല എന്നുള്ള സാധനം അതും ഓർത്ത് വെക്കാം. പിന്നെ ലാസ്റ്റ് പോയിന്റ് എക്സ്പാൻഡ് സർവീസിലേക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ട്രേഡ് എന്ത് ചെയ്തു, ബാങ്കിങ് സർവീസിലേക്കും ഇൻഷുറൻസ് സർവീസിലേക്ക് എക്സ്പാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത്രയും കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ 3 കിങ്സിനെ പറഞ്ഞു. ഇനി ഈ ഒരു റിഫോംസ് ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ സെക്ടറിലും കൊണ്ടുവന്നത് എന്നുള്ളത് റിഫോംസ് ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ എന്താ സംഭവിച്ചു നോക്കാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ന്യൂ എക്കണോമിക് പോളിസി ഒന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വ്യവസായിക മേഖലയിലേക്കായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഒരു ബാഡ് ഇമ്പാക്ട് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ഹാസ് ഡിക്ലൈൻഡ്, എസ്പെഷ്യലി ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി, റൂറൽ റോഡ്സ്. ഈ 3 ഇറിഗേഷനും ഇലക്ട്രിസിറ്റിയും റൂറൽ റോഡ്സിലും എന്തായിരുന്നു വേണ്ട രീതിയിലുള്ള നോട്ടം ഗവൺമെന്റിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് വളരെ ഒരു പിന്നോക്കാവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ലോ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, അതായത് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്യാനുള്ള ടാക്സ് കുറച്ചതോടുകൂടി ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കർഷകരുണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു എന്നാണ്. ഹയർ ഇൻപുട്ട് കോസ്റ്റ്, അതായത് ഈ കൃഷി ചെയ്യാനുള്ള ഇൻപുട്ടുകൾ, അതായത് രാസവളങ്ങൾ, അതുപോലെ തന്നെ വിത്തിനങ്ങൾ, ഇതിന്റെയൊക്കെ വില കൂടി. പക്ഷെ ഈ വിത്തിനങ്ങളെ കൊണ്ട് അവർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില എന്തുണ്ടായിരുന്നില്ല, കൂടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫാർമർ ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. ആളുകൾ എന്ത് ചെയ്തു, കർഷകർ എന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സിന് ക്യാഷ് ക്രോപ്സിലേക്ക് പോയി. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ട, നമ്മുടെ മാർക്കറ്റിന് വേണ്ട ഫുഡ് ക്രോപ്പിനെക്കാട്ടിലും അവർ ഉത്പാദിച്ചത് ഫോറിൻ മാർക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇതൊക്കെയാണ് കർഷകരുടെ ഒരു മോശം രീതിയിൽ ബാധിച്ചു എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിഫോംസ് ആൻഡ് ഇൻഡസ്ട്രി സെക്ടർ, വ്യവസായിക മേഖലയിൽ എന്താണ് മാറ്റങ്ങൾ വന്നത്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെർഫോംഡ് വെൽ 1991 തൊട്ട് എന്ത് ചെയ്തു, നല്ല രീതിയിൽ വ്യവസായിക മേഖല വളർച്ച ഉണ്ടായെങ്കിൽ കൂടി ഇതിന് നമ്മൾ എന്താ പറയുക, സൈക്ലിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് റിഫോംസ്, വ്യവസായിക മേഖലയിലെ റിഫോംസ് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൈക്കിളിനെ ഓർക്കാം. അതായത് അവിടെ വളർച്ച ഉണ്ടായി, പിന്നെ താഴ്ച ഉണ്ടായി, വളർച്ച ഉണ്ടായി, താഴ്ച ഉണ്ടായി, ഇങ്ങനെ ഒരു സൈക്ലിക് രൂപത്തിലാണ് ഇതിന്റെ ഷിഫ്റ്റ് ഉണ്ടായത്. 1955 തൊട്ട് 1999 വരെ ഇൻക്രീസ് ഉണ്ടായി, 2000 തൊട്ട് 2004 വരെ ഡിക്രീസ് ഉണ്ടായി, 2004 തൊട്ട് 2008 വരെ ഇൻക്രീസ് ഉണ്ടായി. ഇങ്ങനെ സൈക്കിൾ രൂപത്തിലാണ് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യ കോമ്പറ്റീസ് ഗ്ലോബലി, ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്ലോബലി മറ്റു രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മത്സരിക്കാൻ പാകത്തിന് പല ഇൻഡസ്ട്രീസും വളർന്നുണ്ടായിരുന്നു. പറയുന്നത് ഏതൊക്കെയാണ്, സ്റ്റീല്, അലുമിനിയം, പെട്രോളിയം, കെമിക്കൽസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോ പാർട്സ്, ഈ ഭാഗങ്ങളിലൊക്കെ ഇന്ത്യക്ക് വലിയൊരു വളർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മറ്റു രാജ്യങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മാത്രം വളർന്നത് മാത്രമല്ല, സെവറൽ ഇന്ത്യ കമ്പനീസ് ഹാവ് പർച്ചേസ്ഡ് ഫോറിൻ ഫേംസ് വാങ്ങാൻ രൂപത്തിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ വളർന്നു എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ എന്ത് ചെയ്തു, കോറസ് കമ്പനിയെ വാങ്ങിയില്ലേ, പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ജാഗൂർ, ലാൻഡ് റോവർ പോലത്തെ കാറുകളെയൊക്കെ ഫോർഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഒരു വളർച്ച വ്യവസായിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഓർക്കാനെ രത്തൻ ടാറ്റയെ മൈൻഡിൽ കൊണ്ടുവെക്കുക. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു കാര്യമാണ് ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഓൺ ഫിസിക്കൽ പോളിസീസ്. ടാക്സിന്റെ ആ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റുന്നത്, ടാക്സുകൾ വളരെ കുറച്ചെങ്കിൽ കൂടി ആളുകൾ ടാക്സ് കുറച്ചെങ്കിൽ കൂടി അത് നമ്മുടെ റവന്യൂവെ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലെസ് മണി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ.
പറയാറ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഗവൺമെന്റ് അല്ല, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഫണ്ട് ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ തൊഴിൽ മേഖലയെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ GDP, അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ വർധനവുണ്ടായി, പക്ഷെ ആളുകൾക്ക് അത് ജോലി അവസരങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അൺഎംപ്ലോയ്മെന്റിലേക്കാണ് നയിച്ചത്. അതൊരു എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വളർച്ചയെ നമ്മൾ ജോബ്ലെസ് ഗ്രോത്ത് എന്ന രീതിയിൽ പറയാറുണ്ട്. അതൊരു ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. എനിവേ, താങ്ക് യു.